അല്ല, ശരിക്കും എന്താണ് പ്രശ്നം? സർക്കാർ ആരെയാണ് ഈ ഭയപ്പെടുന്നത്? ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കൊടുത്തതും കൊടുക്കാനുള്ളതുമായ ക്ഷേമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവോ? അതോ നടപ്പാക്കിയെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണോ? ശുപാർശകൾ നടപ്പാക്കിയെങ്കിൽ അത് അർഹരായവർക്ക് ലഭിച്ചോ എന്ന് പോലും അറിയാനാവാത്ത സ്ഥിതിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നടപ്പാക്കിയെന്ന് പറയുന്ന 220 ശുപാർശകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയതായി ആർക്കും അറിയില്ല. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം വെറും പോളന്മാരാണെന്ന മട്ടിലാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതും. സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് 2023 മെയ് 17 സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്നും നടപ്പാക്കണമെന്നും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തിലേറെയായി. സർക്കാർ അനങ്ങിയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം: റിപ്പോർട്ടിലെ ശുപാർശകളിൽ ഏറെയും നടപ്പാക്കി കഴിഞ്ഞു, ബാക്കി ഉടനെ ശരിയാക്കും. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതിനേക്കാൾ ലാഘവത്തോടെ ഒരു ക്രിസ്ത്യാനി പോലും അറിയാതെ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിൽ ഏറെ നടപ്പാക്കി കഴിഞ്ഞത്രേ. സാർ, ഇനിയെങ്കിലും ആ റിപ്പോർട്ടൊന്ന് പുറത്തുവിടണം. ഈ സമുദായം എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാകാത്ത ആ ആനുകൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കാനാണ്. സുപ്രീം കോടതി വിധിയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഭിന്നശേഷി സംവരണത്തിന്റെ മറപിടിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ അധ്യാപകരുടെ നിയമനം സ്ഥിരപ്പെടുത്താതെ ഈ സർക്കാർ നടത്തിയ ഒളിച്ചുകളിയും ചതിയും കേരളം കണ്ടതാണ്. 16,000 അധ്യാപകരുടെ ജീവിതമാണ് അനിശ്ചിതത്വത്തിലാക്കിയത്. യൂണിഫോം വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റുകളുടെ അവകാശത്തിൽ കടന്നുകയറി പ്രീണനത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ അനാവശ്യ പ്രതികരണങ്ങളും മറന്നിട്ടില്ല. സർക്കാരും തീവ്ര സംഘടനകളും സൃഷ്ടിച്ച പുകമറയിൽ നിന്ന് രക്ഷിച്ചത് കോടതിയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിലും ക്രൈസ്തവ സമൂഹത്തോടുള്ള മനോഭാവം ഈ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. റിപ്പോർട്ട് പരസ്യമാക്കണം. അതിന്റെ പേരിലുണ്ടാകുന്ന ചർച്ചകൾ എന്തായാലും ക്രൈസ്തവ സമൂഹം അതിനെ തെല്ലും ഭയപ്പെടുന്നില്ല. ഭരണഘടനാ വിരുദ്ധമോ പൊതുസമൂഹത്തിന് ദോഷകരമോ ആയ കാര്യങ്ങൾ നടത്തിയെടുക്കാനല്ല ഒരു ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയോഗിച്ചത്. ഒരു പിൻവാതിൽ ആനുകൂല്യവും ക്രൈസ്തവർക്ക് വേണ്ട. അനാവശ്യ ദുരൂഹത സൃഷ്ടിക്കാതെ സർക്കാർ ഇരുട്ടിൽ നിന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ സംരക്ഷണവും നിയന്ത്രണവും ഒരുപോലെ തോന്നും എന്ന എക്കോ സിനിമയുടെ നിരീക്ഷണം ഇവിടെ മുഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് JB കോശി കമ്മീഷനെ നിയോഗിച്ചപ്പോൾ അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് റിപ്പോർട്ട് വെളിപ്പെടുത്താതെ അതിന്റെ ശുപാർശകൾ നടത്തിക്കഴിഞ്ഞെന്ന് അവകാശപ്പെടുമ്പോൾ അത് കാണിക്കുന്നത് നിയന്ത്രണത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷേ ജനാധിപത്യത്തിൽ യഥാർത്ഥ നിയന്ത്രണം ജനത്തിന്റെ വിരൽത്തുമ്പിലല്ലേ?